ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിവാഹവേളകൾ ഏവർക്കും ആനന്ദം പകരുന്നവയാണ്. മുമ്പ് വിവാഹ നിശ്ചയം നടന്ന ഒരു വേദിയിലേക്ക് നമുക്കൊന്ന് യാത്രയാകാം. ഒരു വശത്ത് സുന്ദരനും സുമുഖനും കുബേരപുത്രനുമായ ഒരു യുവാവ് നിൽക്കുന്നു. അവൻ്റെ പുഞ്ചിരി ആരെയും ആകർഷിക്കുന്നതാണ്. പേര് ഫ്രാൻസിസ്. എതിർവശത്ത് കൃശഗാത്ര സുന്ദരികളും സൽസ്വഭാവികളുമായ കുറേ യുവതികൾ. ഇവരിൽ നിന്ന് വേണം ഫ്രാൻസിസിന് തൻ്റെ ജീവിതസഖിയെ തിരഞ്ഞെടുക്കാൻ. കാണികൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്നാൽ ഫ്രാൻസിസിന് തൻ്റെ പ്രാണപ്രേയസിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒട്ടും ക്ലേശിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, വളരെ എളുപ്പവുമായിരുന്നു. തൻ്റെ രാജാധിരാജനായ ഈശോയോടൊപ്പവും അമ്മയും രാജ്ഞിയുമായ മേരിയോടൊപ്പവും വിളങ്ങിപ്രകാശിച്ച അതീവ സുന്ദരിയെയാണ് ഫ്രാൻസിസ് തൻ്റെ ജീവിതസഖിയായി തിരഞ്ഞെടുത്തത്. അതെ, അവളെ തന്നെ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ ജീവനായി സ്വീകരിച്ചു. പരിശുദ്ധ ദാരിദ്ര്യം എന്നാണ് ഈ കൊച്ചു സുന്ദരിയുടെ പേര്. ഈ സുന്ദരിപ്പെണ്ണിൻ്റെ മൂല്യവും ചൈതന്യവും ഫ്രാൻസിസ് ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ച ഫ്രാൻസിസ് അസീസിയിലെ പാവപ്പെട്ട കൊച്ചു മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്ന് പഠിപ്പിച്ച യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി അതിയായി ഫ്രാൻസിസ് ആഗ്രഹിച്ചു. യേശു ഒരു ദരിദ്രനാണ്. അതുതന്നെയാണ് ദാരിദ്ര്യത്തെ സ്നേഹിക്കാൻ വിശുദ്ധ ഫ്രാൻസിസിനെ പ്രേരിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യമെന്ന സുന്ദരിയെ സ്നേഹിക്കാനും അവളെ തൻ്റെ പ്രാണപ്രേയസിയാക്കുവാനും ഫ്രാൻസിസിന് ഹൃദയത്തിൽ സാധിച്ചു. അളവുകളും അതിരുകളുമില്ലാതെ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു. യേശുവിനെ പോലെ അത്രയധികം ശൂന്യനായി, ദരിദ്രനായി, ഇല്ലായ്മയായി സ്വർഗത്തിൽ ഇടം തേടി രണ്ടാം ക്രിസ്തുവായി തീർന്നു. പൈതൃകമായ എല്ലാ അവകാശങ്ങളും നിശേഷം നിഷേധിക്കപ്പെട്ട് സ്വഭവനത്തിൽ നിന്നും നിഷ്കാസിതനായപ്പോൾ സ്വർഗസ്ഥനായ പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക അഭയസ്ഥാനവും ആശാകേന്ദ്രവും. കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിച്ചു, ഒരു നാളും ഞാൻ ലജ്ജിക്കയില്ല എന്നുള്ള സങ്കീർത്തകൻ്റെ സ്തുതിപ്പ് സ്വായത്തമാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ വത്സല മകനാണ് ഞാൻ എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് അസീസിയുടെ നഗരപ്രാന്തങ്ങളിലൂടെ ആനന്ദോന്മത്തനായി സഞ്ചരിക്കുന്ന ഫ്രാൻസിസിനെ നമുക്ക് ആത്മനാ ദർശിക്കാം. നമ്മുടെ സ്വാർത്ഥതയും ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയുമാണ് ദൈവമക്കളുടെ ഈ ആനന്ദവും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. കീറത്തുണി ഉടുക്കുന്നതും പണവും ഭക്ഷണവും പാർപ്പിടവും ഒന്നും ഇല്ലാത്തതുമൊന്നുമല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത്. മറിച്ച് എല്ലാ അസ്വസ്ഥതകളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, ഇല്ലായ്മകളും ഉള്ളായ്മകളും എല്ലാം പൂർണ്ണമായും ദൈവപിതാവിൻ്റെ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ സമർപ്പണ ജീവിതം ഫലദായകമായി തീരുന്നത്, ദൈവകൃപകളാൽ സമ്പന്നമാകുന്നത്, ദാരിദ്ര്യ അരൂപിയിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ നമ്മുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസ് നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: നാം ഓരോരുത്തരും സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലാണ്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ ഉപരി നന്മയാണ് ആഗ്രഹിക്കുന്നത്. ലൗകിക വസ്തുക്കളിൽ ആകർഷിതരാകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേർന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ജീവിതക്ലേശങ്ങളും പരാജയങ്ങളും നമ്മെ ഒരിക്കലും നിരാശരാക്കാതിരിക്കട്ടെ, നഷ്ടധൈര്യരാകാതിരിക്കട്ടെ. നന്മ വർഷിച്ച ദൈവം
പ്രതികൂലങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ അത് അവിടുത്തെ നിഗൂഢ സ്നേഹത്തിൻ്റെ രഹസ്യം നാം അനുഭവിച്ചറിയുന്നതിനും അവിടുന്ന് പരിപൂർണമായും ആശ്രയിക്കുന്നതിനും ക്രിസ്തു നമ്മിൽ നിറയാനുമുള്ള അവസരങ്ങളായി നാം അവയെ സ്വീകരിക്കണം. ഇതാണ് ഈ പുണ്യനിമിഷങ്ങളിൽ നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ നമ്മോടുള്ള ആഹ്വാനം. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഈ ആഹ്വാനം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ദാരിദ്ര്യാരൂപിയെ നമുക്ക് സ്നേഹിക്കാം. പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ പുണ്യനിമിഷങ്ങളിൽ പിതാവ് ഈശോ ആയിത്തീർന്നതുപോലെ നമുക്കും ഈശോ ആയിത്തീരാൻ പരിശ്രമിക്കാം. അതിനുള്ള വരദാന ഫലങ്ങൾ നമ്മുടെ പിതാവ് ഈശോയിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും വാങ്ങിച്ചു തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.